ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ആ കാണുന്ന സ്റ്റോൺ വില്ലേജ് അല്ലെങ്കിൽ തായ്ൻ വില്ലേജിലേക്കാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഈ തായ്ൻ വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് 15ാം സെഞ്ചുറിയിലാണ്. പുരാതന കാലത്ത് നമ്മുടെ സൗദീസ് കുടുംബങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലത്താണ് നമ്മൾ സ്റ്റോൺ വില്ലേജ് എന്ന് പറയുന്നത്. പൂർണ്ണമായും കല്ലുകളും മാർബിൾസുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഇവർ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഈ വില്ലേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. എബൌട്ട് ദ വില്ലേജ്, ആർക്കിടെക്ചർ, ഡിസൈൻ, ദെൻ അതിൻ്റെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എല്ലാം നമുക്ക് ബോർഡിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ വഴിയിലൂടെയാണ്, ഈ കൽപ്പാതയിലൂടെയാണ് നമ്മൾ സ്റ്റോൺ വില്ലേജിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇതിൽ കണ്ട കാഴ്ചകളിൽ ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത് ഇവിടുത്തെ പച്ചപ്പായിരുന്നു. ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ നാട്ടിൽ ചെന്നൊരു ഫീലായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഞങ്ങളിത് ഒരു മോസ്ക് കണ്ടത്. പണ്ട് കാലത്ത് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോസ്കാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് അവർ ആ നെയിം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ആ മോസ്കിൻ്റെ ഉൾവശം. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ് ഇവിടുത്തെ അരുവി. അരുവി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് ഈ മരമൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അല്ലി ചേച്ചിക്ക് സിംഗിൾ ഫോട്ടോസ് വേണം. അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ഷെറീഫേട്ടനാണ് കേട്ടോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, കാണിക്കുന്നതും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതൊക്കെ ഷെറീഫേട്ടനാണ് ഞങ്ങളുടെ പ്രോ ഗൈഡ്. പിന്നെ ഇത് കാണുന്നത് നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള മാംഗോസ്, ബനാനാസ് ഇവരിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ തന്നെ അവരോട് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒട്ടും കുറച്ചില്ല, ഞങ്ങളും വാങ്ങിച്ചു 1 കിലോ മാങ്ങാപ്പഴം. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ അരുവിയാണ് കേട്ടോ. ഈ അരുവിയാണ് നമ്മൾ ഈ താഴെയുള്ള കൾട്ടിവേഷൻസിനും പ്ലാന്റേഷൻസിനും ഒക്കെ അവർ ഇറിഗേഷനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ധാരാളം സൗദീസ് ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം നാട്ടിലെവിടെയോ ഒരു പ്രദേശത്ത് നമ്മൾ പോയി ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരം കയറി പിള്ളേരെ പോലെ ഞങ്ങൾ അതിലേ ചാടിക്കൊളുത്തുള്ളി കളിച്ച് നടക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന പ്രോ വീഡിയോഗ്രാഫർ സ്വപ്ന ചേച്ചി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് അലീന ചേച്ചിക്ക് വാഴയിലയിൽ പൊതിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അവിടെയുള്ളൊരു ചേട്ടനോട് ഞങ്ങൾ കയ്യെ കാലെ പിടിച്ചത് ഒരു വാഴയില വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം അവർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ്. നമ്മുടെ തായ്ൻ വില്ലേജ് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഓണാക്കി. നമ്മുടെ മിക്വ പട്ടണം എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കൽപ്പാതയിലൂടെ ഇങ്ങനെ സ്റ്റോൺ വില്ലേജ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം കേട്ടോ. പക്ഷെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ കാലാവസ്ഥയിലും സൗദീസ് എങ്ങനെ പണ്ട് ഇതിൽ ജീവിച്ചെന്നത് ഒരു അത്ഭുതമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി മിക്വയിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ സ്റ്റോൺ വില്ലേജ് മൊത്തം കണ്ടത് തിരിച്ചിറങ്ങിയാണ്. ഇതാണ് ലൈറ്റ്സ് ഒക്കെ വെച്ച നമ്മുടെ സ്റ്റോൺ വില്ലേജിൻ്റെ ഒരു വ്യൂ.
അങ്ങനെ ഇതേ സ്റ്റോൺ വില്ലേജിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതേ ഞങ്ങൾ ഷെറീഫേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഷെറീഫേട്ടൻ വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു ഗൈസ്. Thank you for watching.